ഇലക്ട്രിസിറ്റി ഇല്ലാത്തൊരു ലോകത്തെ പറ്റി ചിന്തിക്കാൻ പറ്റും. 14 വയസ്സിൽ സ്കൂൾ വിട്ടിറങ്ങിയ ഒരു പയ്യനാണ് നമ്മൾ ഇന്ന് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുന്ന രീതി കണ്ടുപിടിച്ചത്. ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യതയേക്കാൾ നമ്മൾ എന്ത് കാണുന്നു, കേൾക്കുന്നു, ആരുടെയൊപ്പം സമയം ചെലവഴിക്കുന്നു, ഇത് നമ്മുടെ കരിയർ സക്സസിനെ സ്വാധീനിക്കും. 14 വയസ്സിൽ സ്കൂൾ വിട്ടിറങ്ങിയെങ്കിലും ഒരു ബുക്ക് ബൈൻഡിങ് ഷോപ്പിലാണ് ഇദ്ദേഹം ജോലി ചെയ്യുന്നത്. ന്യൂട്ടൺ ഉൾപ്പെടെ പല സയന്റിസ്റ്റുകൾ എഴുതിയ പുസ്തകങ്ങൾ അദ്ദേഹത്തിന് അവിടെ അവൈലബിൾ ആയിരുന്നു. സയൻസിനോടുള്ള ഇദ്ദേഹത്തിന്റെ ക്രൈസ് മനസ്സിലാക്കിയ ആ ഷോപ്പിലൊരു റെഗുലർ കസ്റ്റമറാണ്. ഹംഫ്രി ഡേവി എന്ന സയന്റിസ്റ്റിന്റെ ലെക്ചർ കേൾക്കാനുള്ള ടിക്കറ്റ് കൊടുക്കുന്നു. അവിടെ ഡേവിയുടെ സഹായത്തോടു കൂടി റോയൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ലബോറട്ടറി അസിസ്റ്റന്റ് ആവും. പിന്നീട് അദ്ദേഹത്തിന്റെ എക്സ്പെരിമെന്റ്സ് ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലേക്കും മനുഷ്യന്റെ തന്നെ ജീവിതം മാറ്റിമറിച്ച വൈദ്യുതിയുടെ ഉൽപാദനത്തിലേക്കും വഴിതെളിച്ചു. അദ്ദേഹത്തിന്റെ പേരാണ് മൈക്കിൾ ഫാരഡെ.